ഹലോ ഗൈസ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ 1996 കമൽഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇന്ത്യൻ. അതിലെ സിനിമ എന്നതിലുപരി അതിലെ പാട്ടുകളായാലും അതിലെ ഓരോ സീൻ ബൈ സീനൊക്കെ നമ്മൾ ഇന്നും ഓർത്തു വെക്കുന്ന ഒരു സംഭവമാണ്. അതിലെ പാട്ടുകൾ എല്ലാം ഹിറ്റായിരുന്നു. പ്രത്യേകിച്ചും ടെലിഫോൺ മണി എന്നുള്ള സോങ് ഒക്കെ ഗംഭീര ഒരു ഹിറ്റ് സോങ് ആയിരുന്നു. സിനിമയും വലിയൊരു വിജയം തന്നെയായിരുന്നു. നല്ലൊരു ഗംഭീര ഹിറ്റ് ആ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു സിനിമയായിരുന്നു. അതിന്റെ രണ്ടാം ഭാഗം അവർ തീരുമാനിച്ചിട്ട് പല ഷെഡ്യൂളുകളായിട്ട് പല പല പ്രശ്നങ്ങളുമായിട്ട് പല റീഷെഡ്യൂൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫൈനലി നമുക്കിത് അടുത്ത മാസം 12 റിലീസിനെത്തുകയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് നമുക്കിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ 2 ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ലൈക്ക പ്രൊഡക്ഷൻ യെസ്, നെടുമുടികളുണ്ട്. ഉലകനായകൻ കമൽഹാസൻ. Written and directed by Shankar. Whoa. Zero tolerance. ട്രെയിലർ കണ്ടിട്ടേ ആക്ച്വലി ഇത് മേക്കിംഗ് വൈസ് ഇറ്റ്സ് ഗുഡ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിട്ടാണ്. കാരണം അതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം അതിന്റെ പൊട്ടൻഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മേക്കിംഗ് വൈസ്. ബട്ട് ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതിന്റെ ഒരു സ്റ്റോറി ഉണ്ടാകുക തന്നെ വേണം. കാരണം അതിൽ തന്നെ നമുക്കറിയാം ആ ഒരു ആളുടെ ഏജ് വെച്ചിട്ട്, ഐ മീൻ ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇന്ത്യൻ സിസ്റ്റം അയാളെ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ആ ഒരു ഇന്ത്യൻ എന്നൊരു സിനിമ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമുള്ള ആള്, ഐ മീൻ പല പല വേഷങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ. ബട്ട് ഫൈറ്റ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവര് പോയിട്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഒരു സംശയമുണ്ട് ആക്ച്വലി. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു കാരണം ഈ സിനിമയിൽ പറയുമെന്ന് തോന്നുന്നു. ബട്ട് ഈ ട്രെയിലർ വൈസ് എനിക്ക് അത്ര മേക്കിംഗ് വൈസ് ഗുഡ്, ബട്ട് എത്രത്തോളം അത് നമ്മളെ സാറ്റിസ്ഫൈ ആവുന്നുള്ളത് തിയേറ്ററിൽ പോയി തന്നെ അറിയേണ്ടി വരും. കാര്യം അത്ര ഒരു എൻഗേജിങ് ട്രെയിലർ ആയിട്ട് തോന്നുന്നില്ല. ചില ഭാഗങ്ങൾ മേക്കിംഗ് വൈസ് ഇറ്റ്സ് ഗുഡ്, ക്വാളിറ്റി വൈസ് ഇറ്റ്സ് ഗുഡ്, ബട്ട് സ്ക്രിപ്റ്റ് വൈസ് ഇത് നന്നായിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്.
പിന്നെ നമുക്കറിയാലോ, ഒരുപാട് വലിയ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഈ സിനിമയ്ക്ക് വരാതിരിക്കട്ടെ. അതുപോലെ ശങ്കർ സാർ എന്നൊരു വലിയ ലെജൻഡറി ഡയറക്ടറാണ്. നമുക്കറിയാം ഇന്ദ്രൻ, അന്യൻ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തും എന്തായാലും ഇന്ത്യൻ സിനിമയുടെ മുകളിൽ ഒരു പടിയെങ്കിലും മുകളിലോട്ട് നിൽക്കുന്ന സിനിമ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിനിമയാവട്ടെ, വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആവട്ടെ, എല്ലാ കളക്ഷൻ റെക്കോർഡും എല്ലാം ബ്രേക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.